ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള, ഇന്ത്യക്കെതിരെ ഒളിയമ്പ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള വി ഡി സതീശൻ്റെ ഡീൽ എന്ത് എന്ന് വി ഡി സതീശൻ തുറന്നു പറയണം. പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തന സൗകര്യം, കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാം എന്നതാണ് പിണറായി വിജയനും വി ഡി സതീശനും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PDP ആയിട്ടും പോപ്പുലർ ഫ്രണ്ടായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള വി ഡി സതീശൻ്റെ ഡീലും പിണറായി വിജയൻ്റെ ഡീലും അവർ വെളിയിൽ പറയണം എന്ന് BJP ആവശ്യപ്പെടുന്നു. ശരി, നമസ്കാരം. ഈ കേസ് എങ്ങനെയാണ് അതെല്ലാ കാര്യവും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറയിലില്ല. എനിക്ക് പ്രധാനപ്പെട്ട ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിക്കേണ്ടത് ഈ ആവർത്തിച്ച് വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നവർക്കാണ്. ഈ വിഷയം അങ്ങനെ എനിക്കൊരു വിഷയമില്ല. ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നും അത് പറയേണ്ട കാര്യമില്ല. അത് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. പത്രം നോക്കാതെ പാർട്ടിയുടെ പിന്തുണയൊന്നും അന്വേഷിക്കാതെ നിങ്ങൾ എന്തിനായിരുന്നു ന്യൂസ് മലയാളത്തിൽ വലിയ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ്റെ പാർട്ടി പിന്തുണയില്ലെന്ന്. നിങ്ങൾക്ക് അന്വേഷിക്കാറുന്നില്ലേ? അറിയാത്ത കാര്യങ്ങൾ വർത്താനം പറയരുത്. നിങ്ങൾ വലിയ വാർത്തയായിരുന്നല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമത്തെ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കാൻ അറിയിക്കുകയാണ്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് ഇന്ന് ആ വിഷയം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഗുരുവായൂരിലെ ജനങ്ങൾ കുടിക്കുന്ന, ഭക്തജനങ്ങൾക്ക്, അന്തർദേശീയ തലത്തിലുള്ള ഭക്തജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഇവിടുത്തെ MLA-മാരുടെ കുടിവെള്ളമാണിത്. ഗുരുവായൂരിലെ കുടിവെള്ളം നോക്ക്. ഫിൽട്ടർ ചെയ്യാതെ ഒരു കുടിവെള്ളം കൊടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. കിണറ്റിലെ വെള്ളമാണ്. പത്രമാധ്യമങ്ങൾ ആദ്യം കൊണ്ടുവരേണ്ടത് അന്തർദേശീയ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ, ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ, ഈ ഗുരുഭവനപുരിയിൽ അന്തർദേശീയ തലത്തിൽ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ കുടിവെള്ളം കൊടുക്കാത്ത ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് ഇവിടെ MLA-മാരായി നിൽക്കുന്നത്. ഇതാണ് കുടിവെള്ളം. ഇതിനെതിരെ കുടിവെള്ള മാർച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഒന്നും കൂടി, ഇത് കിണറ്റിലെ വെള്ളമാണ്. ഏത് മാധ്യമ പ്രവർത്തകർ വന്നാലും ഇത് കിണറ്റിൽ നിന്ന് കോരി ഇതേപോലെ ഒഴിച്ച് കാണിക്കാം. ഏത് മാധ്യമ പ്രവർത്തകരെയും ഞാൻ സാദരം ക്ഷമിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ കുടിവെള്ള പദ്ധതി ചോദിക്കേണ്ട കാര്യമില്ല. കിണറ്റിലെ, അതെ, ഞാൻ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിൽ നിറയെ ബാക്ടീരിയയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്കുള്ളതാണ്. കുടിവെള്ളം ഈ നിവാസികൾക്കുള്ളതാണ്, ഈ നാട്ടിൽ വരുന്ന ആളുകൾക്കുള്ളതാണ്. ഇതാണ് കുടിവെള്ളവുമായി പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട്, LDF പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടത്തിയുള്ള വികസനത്തിൽ ഒരു പങ്കുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇവിടെ 10 രൂപയ്ക്ക് ഡോർമെറ്ററി താമസിച്ച് കുളിച്ചു പോവാം. നിങ്ങളൊക്കെ പോയി ആ ഡോർമെറ്ററി നോക്ക്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പാവപ്പെട്ട ആളുകൾക്ക് ഡോർമെറ്ററിയുടെ എല്ലാം അടിച്ച് തകർത്തിട്ടിരിക്കുക. ഇവിടെ വാഹന സൗകര്യം, ഈ ഗുരുഭവനപുരിയിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്കും നാട്ടിലെ ജനങ്ങൾക്കും ഗുരുവായൂരിലെ ആൾക്കാർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അബ്ദുൽ ഖാദർ അടക്കമുള്ള ഇടതു വലത് മുന്നണികളെ നേതാക്കന്മാരെ പരസ്യ സംവാദത്തിന് ഗോപാലകൃഷ്ണൻ വെല്ലുവിളിക്കുകയാണ്. പരസ്യ സംവാദത്തിന് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം എന്താണ് എന്നൊരു സംവാദം നടത്താൻ ഇവർ തയ്യാറുണ്ടോ എന്ന് BJP ചോദിക്കുന്നു, ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. ശരി.